ഉന്നതരുടെ പിടിപാട് മൂലം വലിയൊരു മോഷണ സംഘത്തെ വെറുതെ വിട്ടു. ഇന്നത്തെ പത്രത്തിലുണ്ട ഒരു വാർത്തയാണ്. നമുക്ക് അറിയാം, എന്ത് തെറ്റ് ചെയ്താലും അതിനെ രക്ഷിക്കാൻ വേണ്ടി ചില ഉന്നതരുണ്ട്. പക്ഷേ ഉന്നതരുടെ പേര് മാത്രം പുറത്തു വരില്ല. ഞാനിന്ന് പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ സെക്ഷനിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സെക്ഷനിലെ 6 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ മുടക്കി സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. ഈ പ്ലാന്റിനുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് ലൈനിലേക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ കുറേ നാളുകളായിട്ട് ഈ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതിയുടെ അളവ് കുറയുന്നു. പക്ഷേ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കഴിഞ്ഞ ദിവസം ഒട്ടും വൈദ്യുതി ഈ സോളാർ പാനൽ ലഭിക്കാതെ വന്നപ്പോഴാണ് അവരന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഇത് ലൈനിലുള്ള ചെമ്പുകമ്പി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കേബിളുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അന്വേഷണം ചെന്നെത്തിയത് 5 പേരിലേക്കായിരുന്നു. 5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവർ ഈ സാധനം മൂവാറ്റുപുഴ പെരുമ്പാവൂർ മേഖലകളിലുള്ള ആക്രി കടകളിലാണ് ഈ ചെമ്പ് കമ്പി കൊടുത്തത്. നോക്കണം, എത്ര കോടി രൂപയുടെ ചെമ്പ് കമ്പിയാണ് ഇത്. നമുക്കറിയാം, തലങ്ങും വിലങ്ങും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ വണ്ടി, പോലീസിൻ്റെ വണ്ടിയൊക്കെ എപ്പോഴും നമ്മൾ റോട്ടിൽ കാണാം. ഇത്രയും വൈദ്യുതി ഇല്ലാതെ നിന്നിട്ടും ഇവരാരും അറിഞ്ഞില്ല. 5 പേരെ അറസ്റ്റ് ചെയ്തു. അവർ കൊടുത്ത കടകളൊക്കെ പറഞ്ഞു. കടക്കാരെയൊക്കെ പോലീസ് വിളിച്ചു ചോദ്യം ചെയ്തു. അപ്പോഴാണ് അടുത്ത ആളുകൾ വരുന്നത്. ഉന്നതർ. ആരാണ് ഉന്നതരെന്ന് പത്രത്തിലില്ല. ഈ ഉന്നതരുടെ ഇടപെടൽ മുഖേന ഈ കച്ചവടക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കി വിട്ടു എന്നാണ്. അതായത് ആക്രി കച്ചവടം നടത്തുന്ന ഇവർ ചെമ്പ് കമ്പി മേടിച്ച ഇവരെ ഒഴിവാക്കി വിട്ടു. മനസ്സിലാകാത്ത ഒരു സംഭവം ഇതാണ്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒളിപ്പിച്ച് വെച്ചവരെയും മേടിച്ചവരെയും എല്ലാം പ്രതികളാക്കി കേസെടുക്കുകയില്ലേ. ഈ കോടിക്കണക്കിന് രൂപയുടെ ചെമ്പ് കമ്പി മോഷണം പോയിട്ട് അതിൻ്റെ പേരിൽ എന്താണ് അത് വാങ്ങിച്ച ആളുകളെ പേരിൽ കേസെടുക്കാത്തത്? അവരെ വിടുവിച്ച് സമ്മർദ്ദം ചെലുത്തിയ ഉന്നതരുടെ പേരെന്താണ് പത്രത്തിലും ടി വിയിലും വരാത്തത്? അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു സംശയം മാത്രമാണ്. ഈ മോഷ്ടിച്ച ആളുകളുടെ 5 പേരുടെയും ഫോട്ടോയൊക്കെ പത്രത്തിലുണ്ട്. പക്ഷേ മേടിച്ച കടകളും ഇടപെട്ട ഉന്നതരും ആരാണെന്ന് മാത്രം പറയുന്നില്ല. എന്താണോ ആവോ. പൊതുജനങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിസ്സാര സംഗതിയിലോ 5000 രൂപയൊക്കെ പെറ്റിയടിക്കുന്ന, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിലയിൽ പോലും ഒരു ദിവസവും 2 ദിവസമൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ചെമ്പ് കമ്പി മോഷണം പൊയ്ക്കൊണ്ടേയിരുന്നു. എന്നിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരറിഞ്ഞില്ല. കംപ്ലീറ്റ് വൈദ്യുതി നിലച്ചു കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് തന്നെ. അന്വേഷിച്ചപ്പോൾ വാങ്ങിച്ച പ്രതികളെ ഉന്നതരുടെ സ്വാധീനത്താൽ പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പം ഇവർ ജാമ്യത്തിൽ പോവും, അവരടുത്ത മോഷണം നടത്തും. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തെ നീതിയോ നിയമമോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഉന്നതരുടെ പേര് വെളിപ്പെടുത്താത്തത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഉന്നതർക്കും ഇതിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എന്നാണ്.
നമുക്കറിയാം നല്ല രീതിയിൽ നടത്തുന്ന 100 കണക്കിന് ആക്രിക്കടകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില സാധനങ്ങൾ ഉണ്ടെന്നല്ല അവരെടുക്കില്ല. ചില ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. പക്ഷേ ചിലരിത് എടുക്കും. ടെലഫോണിൻ്റെ കേബിളുകൾ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേബിളുകൾ, ഇതൊക്കെ ഉരുക്കിയെടുത്ത് അതിനകത്ത് കമ്പികൾ മോഷ്ടിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതി നടന്നിട്ടും ആളെ പ്രതി കിട്ടിയിട്ടും ഉന്നതരുടെ ഇടപെടൽ മുഖേന വിടുവിച്ചു എന്ന് പറയുമ്പം വളരെ കഷ്ടമുണ്ട്. ഇതാണോ ന്യായം? ഇതാണോ നീതി? പൊതുജനങ്ങളെ നിങ്ങൾ പറയുക, ഇതാണോ ന്യായം? അധികാരികളെ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും വാഹനവും ഒക്കെ ഉപയോഗിക്കുന്ന പെൻഷനും എല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഇതാണോ ശരിയായ നിയമം? ഈ ഉന്നതരെയെങ്കിലും ഒന്ന് പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ നാളെ അവരെയെങ്കിലും ജനം തിരിച്ചറിയില്ല. ഈ മോഷണഘട്ടാക്കൾ ഭൂരിപക്ഷവും വടക്കേ ഇന്ത്യക്കാരൊക്കെയാണെന്നാവുന്നു. ഏതായാലും വളരെ ലജ്ജ തോന്നുന്ന വളരെ കഷ്ടകരമായ ഒരു നിയമ സംവിധാനമാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ വീഡിയോകൾ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളെ അറിയിക്കാൻ അത് സഹായകരമായി തീരും.